ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനത്തിൽ യേശുനാഥൻ പറയുകയാണ്, ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന്. ഭഗ്നാശരാകാതെ, നിരാശപ്പെടാതെ, തീഷ്ണതയോടെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ദൈവ തിരുസന്നിധിയിൽ അത് വലിയ മുത്തുമണി പോലെയാണ്. നമ്മുടെ കർത്താവ് ഈ ഭാഗം പറയുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു വിധവയായ സ്ത്രീ നീതിരഹിതനായ ഒരു രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് തനിക്ക് നീതി നടത്തിത്തരണമെന്ന് പലപ്പോഴും അവൾ ആവശ്യപ്പെട്ടു. അവൾ ആവശ്യപ്പെട്ടിട്ട് രാജാവ് മൈൻഡ് ചെയ്യാതെ മുഖം തിരിച്ചിരിക്കുന്ന ഒരു രാജാവിനെ നമുക്കവിടെ കാണാൻ സാധിക്കും. കൂടെ ഈ സ്ത്രീ ചെന്ന് ഈ രാജാവിൻ്റെ അടുത്ത് ചെന്ന് എനിക്ക് നീതി നടത്തിത്തരണമെന്ന് പറയാൻ തുടങ്ങി. അവസാനം നീതിരഹിതനായ ആ ന്യായാധിപൻ പറയുകയാണ്, ഞാൻ ഇവൾക്ക് നീതി നടത്തി കൊടുത്തില്ല എങ്കിൽ ഇവൾ വന്ന് എന്നെ കൂടെ ശല്യപ്പെടുത്തും. അതുകൊണ്ട് ഞാൻ ഇവൾക്ക് നീതി നടത്തി കൊടുക്കും. ദൈവമായ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ നീതിരഹിതനായ രാജാവ് പറയുന്നത് കേട്ടോ. ആ നീതിരഹിതനായ രാജാവ് പറയുകയാണ്, ഇവൾ എന്നെ ശല്യപ്പെടുത്തും, അതുകൊണ്ട് ഞാൻ ഇവൾക്ക് നീതി നടത്തി കൊടുക്കുമെന്ന്. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് അപേക്ഷിക്കുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കൾ വിളിച്ചാൽ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുമോ എന്നാണ് ദൈവമായ കർത്താവ് ചോദിക്കുന്നത്. രാവും പകലും താൻ തിരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ മക്കൾ, താൻ തിരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ ജനം രാവും പകലും വിളിച്ചപേക്ഷിച്ചാൽ അവരുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുവാൻ കർത്താവിന് സാധിക്കുമോ? ഒരിക്കലുമില്ല. പ്രിയ സഹോദരങ്ങളെ, ഭഗ്നാശരാകാതെ, നിരാശപ്പെടാതെ, പ്രത്യാശയോടെ എൻ്റെ ദൈവം എൻ്റെ പരാജയത്തെ വിജയമാക്കി മാറ്റുമെന്നും എൻ്റെ തകർച്ചകളെ ഉയർച്ചകളാക്കി മാറ്റുമെന്നും എൻ്റെ രോഗങ്ങളെ സൗഖ്യമാക്കി മാറ്റുമെന്നും എൻ്റെ പ്രതിസന്ധിയിൽ എന്നോടുകൂടെ ആയിരിക്കുമെന്നും ഞാൻ വിശ്വസിച്ചുകൊണ്ട് ആ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ ആ കർത്താവിൽ നിന്നുള്ള അനുഗ്രഹം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അവിടുന്ന് വർഷിക്കുവാൻ തുടങ്ങും. ഈ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം. ഇത് മനുഷ്യൻ പറഞ്ഞ വചനമല്ല, ദൈവം പറഞ്ഞ വചനമാണ്. ദൈവം പറഞ്ഞ വചനത്തിന് മാറ്റമില്ല. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. ഈ മാറ്റമില്ലാത്ത വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കുവാൻ നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവായ ദൈവമേ, തിരുവചനത്തിലൂടെ സംസാരിച്ച കർത്താവെ, ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുകയാണല്ലോ. കർത്താവെ, ഞങ്ങൾ പലപ്പോഴും പ്രാർത്ഥിക്കാതെ കൊണ്ട് മുഖം തിരിച്ചു പോകുന്ന, ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയും അതിനുശേഷം അങ്ങിൽ നിന്ന് മുഖം തിരിച്ചു പോവുകയും ചെയ്യുന്ന മക്കളായി ഞങ്ങൾ മാറ്റപ്പെടുന്നു. കർത്താവെ, അനുതപിച്ച് മടങ്ങി വരുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധ്യമായതെല്ലാം സാധ്യമാക്കുന്ന കർത്താവെ നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.